MC അതോടൊപ്പം തന്നെയാണ് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഹോർമുസ് കടലിടുക്കാണ്. ഹോർമുസ് കടലിടുക്കിൽ വളരെ സജീവമായി തന്നെ കപ്പലുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം എന്നുള്ളൊരു ആവശ്യം അമേരിക്കയാണ് അത് മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ലോകരാജ്യങ്ങളെമ്പാടും ആ ഒരു തീരുമാനം, ആ ഒരു കാര്യത്തോട് അമേരിക്കയോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഇറാൻ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണം അത് പൂർണ്ണമായും നിർത്തിവെക്കണം. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെങ്കിൽ അത് മറ്റു രാജ്യത്തേക്ക് മാറ്റണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ബാലിസ്റ്റിക്കിൻ്റെ മിസൈലും നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിർത്തിവെക്കണം. ഇതൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളത് ഇറാൻ്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് കൂടിയാണ്. അപ്പോൾ അതിൽ നിന്ന് പിന്നോക്കം പോകാൻ എത്രമാത്രം സാധ്യതയുണ്ട്? ഈ 15 ഉപാധികൾ അങ്ങോട്ടും 10 ഉപാധികൾ ഇങ്ങോട്ടും വെക്കുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഉപാധികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിരിഞ്ഞാൽ വീണ്ടും സ്ഥിതിഗതികൾ വഷളാകുമോ? അതല്ല, അതിനപ്പുറത്തേക്ക് സമാധാനം വേണം, സംഘർഷം വേണ്ട എന്നുള്ള കാര്യത്തിലേക്ക് ഇറാനും അമേരിക്കയും ഒന്നിച്ചു പോകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് MCA? മഹേഷ്, ഇത് രണ്ട് രാജ്യങ്ങളും നിലപാട് വ്യക്തമാക്കുന്നത് യുദ്ധത്തിനും തങ്ങൾ ഒരുക്കമാണ്, സമാധാനത്തിനും ഒരുക്കമാണ് എന്ന്. പ്രത്യക്ഷത്തിൽ അത്തരമൊരു സമീപനം സ്വീകരിക്കുകയും പരമാവധി സമ്മർദ്ദത്തിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുക എന്നതാണ് ഇപ്പം ഇറാനും അമേരിക്കയും ഒരുപോലെ ലക്ഷ്യം വെക്കുന്നത്. ഈ സൈനിക സമ്മർദ്ദമൊക്കെയും ഇതിൻ്റെ ഈ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ടാണ് പരമാവധി വിട്ടുവീഴ്ചകൾക്ക് ഇപ്പോൾ അമേരിക്ക തയ്യാറാകുന്നതിൻ്റെ സൂചനയുണ്ട്. പക്ഷേ തങ്ങൾ പരാജയപ്പെടുകയില്ല, തങ്ങൾ വിജയിക്കുകയാണെന്ന് അല്പം മുമ്പും ട്രംപ് വിശദീകരിക്കുന്നത് വിവിധ മാധ്യമങ്ങൾ നൽകുന്ന ഇത്തരം റിപ്പോർട്ടുകൾ വലിയ തോതിൽ അവർക്ക് ക്ഷീണം വരുത്തുന്ന ഒരു സാഹചര്യത്തിലാണ്. ഇറാനും ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം തങ്ങളുടെ പരമാധികാരവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്നതും ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അതേ സ്വഭാവത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്നതും ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തങ്ങൾ മുന്നോട്ട് വെച്ച ഈ 10 നിർദ്ദേശങ്ങളോട് അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാട് അമേരിക്കൻ സംഘം സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഭാഗത്ത് ചില വിട്ടുവീഴ്ചകൾ നടത്താൻ ഇറാൻ നേതൃത്വവും തയ്യാറാവും. അത് എത്ര അളവിൽ ആ വിട്ടുവീഴ്ചകൾ രണ്ടു പക്ഷവും തയ്യാറാകും എന്നത് വളരെ പ്രധാനമായിരിക്കും. ഇന്ന് രാത്രി നടക്കുന്ന 3ാം വട്ട ചർച്ചയിലാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പലതും വരുന്നത്. എന്തായാലും ഈ ചർച്ച ഇന്നത്തോടുകൂടി ഒരു പൂർണ്ണതയിലെത്താനുള്ള സാധ്യത കുറവാണ്. കാരണം അമേരിക്കൻ പ്രസിഡന്റുമായിട്ടും ആശയവിനിമയം അമേരിക്കൻ സംഘം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവുമായിട്ടും മുജ്തബ ഖാംനയിയുമായിട്ട് ഇറാൻ സംഘവും നിരന്തരമായിട്ട് സമ്പർക്കം പുലർത്തി വരികയാണ്. ആ രണ്ട് പേരുടെയും, ട്രംപിന്റെയും അതോടൊപ്പം തന്നെ മുജ്തബ ഖാംനയിയുടെയും ഒരു നിലപാട് കൂടിയായിരിക്കും ഇതിൽ നിർണായകമായി മാറുക. അപ്പോൾ നാളെ കൂടി ചർച്ച നീളാനാണ് വലിയ ഒരു സാധ്യത കാണുന്നത്. എന്തായാലും നാളേക്കകം തന്നെ ഈ പ്രശ്നങ്ങളിൽ പരിഹാരം കാണണം. അടിസ്ഥാനപരമായി തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ, ഉപാധികൾ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടി പരമാവധി ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അത് ഇറാൻ ജനതയുടെ താല്പര്യങ്ങളാണ്, ഇറാൻ എന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് എന്ന് ഈ ഇതിന് നേതൃത്വം നൽകുന്ന പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖാലിഫ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നടന്ന ചർച്ചകൾ വെച്ച് നോക്കുമ്പോൾ വളരെ വലിയ പുരോഗതി പ്രകടമാണ്. പക്ഷേ ഇനി പ്രധാന കടമ്പകൾ എന്നത് ഇതിലെ ഏറ്റവും കോർ ഇഷ്യൂവിലേക്ക് വരുന്നൊരു ഘട്ടത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും സ്വീകരിക്കുന്ന നിലപാടായിരിക്കും. ആ നിലപാടിൽ അവർ അയവ് വരുത്തുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ ഒരു കരാറിലേക്ക് പോകും. അതല്ല എങ്കിൽ കൂടുതൽ വിനാശകരമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ രീതിയിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ മാറുക. എന്തായാലും 979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം, അതായത് 46-47 വർഷത്തിനപ്പുറം ഒരുമിച്ചൊരു ടേബിളിൽ ഇരിക്കാൻ സാധിച്ചു എന്നത് ഈ അമേരിക്കയുടെയും ഇറാന്റെയും ഏറ്റവും വലിയ വിജയമാണ്. അതിന് മുൻകൈയെടുത്ത മധ്യസ്ഥ രാജ്യങ്ങൾക്കും അഭിമാനിക്കാം. അത്രയും ഈ ഒരു സംഘർഷ വേളയിൽ ഈ രണ്ട് കൂട്ടരെയും ഒരുമിച്ചൊരു ടേബിളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് ഇസ്ലാമാബാദ് ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. പക്ഷെ ഒരു കരാറിൽ എത്തുമോ എന്നത് ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു വെക്കാനാവില്ല. നിലവിലുള്ള സൂചനകൾ പ്രകാരം ഒരു കരാറിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറഞ്ഞു വെക്കാൻ സാധിക്കുകയുള്ളൂ. മഹേഷ്, ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിലെ സൂചനകൾ അനുസരിച്ച് നിലവിൽ അവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ ചർച്ച പ്രതീക്ഷിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. വളരെ സജീവമായ ഇടപെടലുകൾ, കാര്യങ്ങൾ രണ്ട് ഭാഗത്തു നിന്നും ചർച്ച വരുന്നുണ്ട്. പാകിസ്ഥാൻ അതിന് നടുക്കുണ്ട്, എല്ലാ കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ചർച്ച വളരെ പോസിറ്റീവായി തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പക്ഷേ നിർണായകമായ ഇന്നത്തെ രാത്രിയും നാളത്തെ പകലും ഒക്കെ കഴിയാനുണ്ട്. എന്തായാലും ഇന്ന് രാത്രിയോ നാളേക്കോ ഒരു പക്ഷേ ഈ കാര്യങ്ങളിലൊക്കെ ഒരു കരാറിലെത്തും. അങ്ങനെ കരാറിലെത്തിക്കഴിഞ്ഞാൽ
യുദ്ധം എന്നേക്കുമായി അവസാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടാകും. സമാധാനം എന്നേക്കുമായി പുലരുന്ന ഒരു സാഹചര്യവും പശ്ചിമേഷ്യയിൽ ഉണ്ടാകും.